വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലും കൂടെ അടിക്കാമെന്ന് പരിഗണിക്കണം. ഞങ്ങളിതേ പെസഹ വ്യാഴാഴ്ച വൈകിട്ട് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഈ തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞങ്ങൾ വിട്ടു. ഞങ്ങൾ രാത്രി തന്നെ ഇറങ്ങി. ഒരു വെളുപ്പിനൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊരു കമ്പംമേട് അവിടെ എത്തി. ഒരു 6-7 മണി ആയപ്പോഴേക്കും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലോട്ട് എത്തിയായിരുന്നേ. ഞാനൊരു ഉറക്കമൊക്കെ പാസ്സായിട്ട് ഇപ്പൊ എണീച്ചതേ ഉള്ളൂ. സംഭവം എന്തോ മാരിയമ്മൻ കോവിലിന് മറിയാമ്മ അങ്ങനെ എന്തോ പറഞ്ഞു. അതാട്ടോ പപ്പ ഇരുന്ന് ട്രോളുന്നത്. ഇത് നോക്കി എന്ത് രസമാണല്ലേ ആ സൂര്യനൊക്കെ ഇങ്ങനെ വന്നേക്കണ കാണാൻ. ഒരു പ്രത്യേക വൈബ് തന്നെ. ദേ ഇവിടെ കുറേ ആൾക്കാർ രാവിലെ തന്നെ നടക്കുന്നു ഓടുന്നു. നോക്കിക്ക് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്താണ് ഈ വണ്ടി നേരെ വന്ന് കയറി വന്ന്. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മൂലയും കൊണ്ട് അങ്ങ് പോയേനെ കേട്ടോ. ഞങ്ങൾ പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് വന്നേ. അവിടെ വന്നാൽ പിന്നെ ടോയ്ലറ്റിൽ പോകാന്ന് വിചാരിച്ച് രാവിലെ എണീച്ച് ടോയ്ലറ്റിൽ പോയി. ഇതുണ്ട് നാച്ചുറൽ ബ്യൂട്ടി, നോ ഫിൽറ്റർ ഒന്നുമില്ല. പിന്നെ അവിടെ വെച്ച് മോക്കെ കഴുകി പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റായി. പിന്നെ കാറി വെച്ച് റെഡിയായി. രാവിലെ നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങനെ കടയൊന്നും തുറക്കൂല കേട്ടോ. ഇവിടെ ഒരു സമയം കഴിയുമ്പോൾ മാത്രമേ ഈ ദോശ വക സാധനങ്ങളൊക്കെ ഉണ്ടാവൂ. അല്ലാത്ത സമയത്ത് ചായ കോഫി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കടി പോലെ ഉള്ളതൊക്കെ ഒരു 9-9:30 ആയപ്പോഴായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് കടയിൽ കയറി ചെന്നപ്പോൾ ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഓംലെറ്റും വാങ്ങിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദോശയും സാമ്പാറും എല്ലായിടത്തും കിട്ടുന്നത് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഫുഡൊക്കെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ ഇവിടെ ടോളിലെത്തിയപ്പോൾ ഫാസ്ടാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 10-10:30 ആയപ്പോഴേക്ക് എന്തൊരു ചൂടാണെന്നറിയോ, അവിഞ്ഞ് ചാവാറായി. உங்களுக்கு ஆடி பென்ஸு பிஎம்டபிள்யூ இது மட்டும் தான் லேயர் அதிகமாக இருக்கும். அங்கே தான் டப் கிளாஸ்னால ரீட் ஆகாது. இதெல்லாம் கிளாஸ் நார்மலாக தான் இருக்கும், ரீட் ஆகும். இது போயிட்டு வச்சு ரீப்ளேஸ்மெண்ட் வாங்கிக்கலாம். ஒரு ஓடிபி மட்டும் மேம் சொல்லணும். ഇവരെന്നിട്ട് കോല് പോലത്തെ സാധനം കൊണ്ട് ഈ ഫാസ്ടാഗിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കുത്തുക. അത് കഴിയുമ്പോൾ തന്നെ സംഭവം റെഡിയാവും. വേളാങ്കണ്ണി എത്താൻ ഒരു 100ന്റെ ഉള്ളിലുള്ള കിലോമീറ്റർ എത്തുമ്പോഴേക്കും ഇതുപോലെ ഉണക്കമീൻ ഇങ്ങനെ കുറേ ഇങ്ങനെ കൂട്ടി അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വേളാങ്കണ്ണി പരിസരത്ത് എത്തിയിട്ടോ. ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് റൂമും, അവിടെ തന്നെയാണ് എടുത്തത്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഉച്ചയ്ക്ക് വന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് ചോറ് കിട്ടി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അവിടെ ചോറ് കിട്ടില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ പൊതുവെ കണ്ടേക്കുന്നത്. ആദ്യം വന്നപ്പോൾ ഒന്ന് പെട്ടുപോയി, എന്നാലും കുഴപ്പമില്ല. ഞാനൊക്കെ ചോറിലാണ്ട് ജീവിക്കും. അമ്മയ്ക്കൊക്കെയാണ് ചോറിലാണ്ട് ജീവിക്കാൻ പറ്റാത്തത്. നല്ല ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അവരുടെ സർവീസും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഈ കട വരുന്നത് ആ കടലിന്റെ തൊട്ടടുത്താണ്. പിന്നെ ഞങ്ങൾ മീൻ വാങ്ങിച്ചു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിലയും കുറവാണ്. നമ്മൾ പറയുന്ന മീൻ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് നല്ല സെറ്റായിട്ട് കൊണ്ടുവരും. അതായത് ഒത്തിരി മൊരിച്ചല്ല, പുറത്ത് മൊരിച്ചിട്ട് ഉള്ളിൽ കുറച്ച് വെന്ത് നന്നായിട്ട് തന്നെ വരും. ഇന്നത്തെ ദിവസം ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ റൂമൊക്കെ കിട്ടാൻ വലിയ പാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു റൂം എടുത്തു. ഒരു കുഞ്ഞു റൂം എടുക്കുന്നതിന് തന്നെ ഈ ടൈമിൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. എല്ലായിടത്തും റൂം കിട്ടാണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴല്ലേ വന്നത്. കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കടലിലോട്ട് ചാടാൻ പോയി. അമ്മയും ചാടി അച്ഛനും ചാടി. അപ്പോൾ അച്ഛന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഈ കടയിലോട്ട് കയറിയതാണ്. ഒരു സ്ലീവ്ലെസ് എടുത്തു, ഒരു നിക്കർ എടുത്തു. നല്ല വിലക്കുറവിൽ ഡ്രസ്സൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കിട്ടുവേ. കുറേ ടാറ്റു സെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഉച്ചയ്ക്കാണെങ്കിലും പോയി അവിടെ കിടന്ന് ചാടാൻ. പിന്നെ ഫോട്ടോ എടുക്കാനും കുറേ പേരുണ്ട്. കുറേ തമിഴ്നാട്ടുകാരുണ്ട്, പല ആൾക്കാരും വരുന്നുണ്ട് അവിടേക്ക്. പണ്ട് വന്നതിനേക്കാളും കുറച്ച് വൃത്തിയുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വല്ലയിടത്ത് മുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടെ കുറെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതായത് ഈ സേഫ്റ്റി നോക്കുന്ന പുള്ളിക്കാരന്മാര്. എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങ് അറ്റം വരെ പോയി അവിടെ തുള്ളി ചാടുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ബ്ലാക്ക് കണ്ട, അത് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൂടെ എൻ്റെ അമ്മയും പോയി ചുമ്മാ ഒന്ന് വെള്ളത്തിൽ തുള്ളിയിട്ട് പോകുന്നു. ഞങ്ങൾ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അച്ഛനാണെങ്കിൽ വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വന്നോണ്ടിരിക്കുവാണ്. ദേണ്ടേ നോക്കൂ. ഞങ്ങൾ തന്നെ ഡ്രസ്സൊക്കെ മാറി വീണ്ടും പള്ളിയിലോട്ട് ഇറങ്ങി. എന്ത് ഭംഗിയാണല്ലേ രാത്രി ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി. നല്ല ഭംഗിയുണ്ടാവും. നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഇതേ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ വലിയ മെഴുകുതിരി തൂക്കിയിട്ടേക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മെഴുകുതിരി അങ്ങനെ തൂക്കിയിട്ടേക്കണ ഞാൻ കണ്ടു. ഞങ്ങൾ എന്നിട്ട് കുറച്ച് കൊന്ത വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലോട്ട് കയറി. ആ കടയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. എന്തോ ഒരു സാധനങ്ങളാണെന്നറിയോ, വില ആയതുകൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത. ഇങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ, എന്തോ ഒരു സാധനങ്ങളുള്ള ഒത്തിരി കൊന്ത, ഒരുപാട് സംഭവങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം വാങ്ങിക്കാൻ തോന്നും.
എന്നാലും നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. എന്തായാലും കുറച്ചൊക്കെ നമുക്കും വാങ്ങിച്ചു, പിന്നെ കൂട്ടുകാർക്കും വാങ്ങിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇത് ഈ പൂ വാങ്ങിക്കാൻ പോയി. അതിനെന്തോ 100 രൂപ അങ്ങനെ എന്തോ പറഞ്ഞത്. ഞങ്ങൾ 2 എണ്ണം കണ്ട് വാങ്ങിച്ചു. ഒന്ന് ഞങ്ങൾക്കൊന്ന് വേറൊരാൾക്ക് പറഞ്ഞിട്ടും കൂടെ വാങ്ങിച്ചതാണ്. ഞങ്ങൾ എന്നിട്ട് പള്ളിയിലൊക്കെ ചെന്നു. പിന്നെ മുട്ടുകുത്തി. അച്ഛൻ മുട്ടുകുത്തി അതിന്റെ മുട്ടൊക്കെ ഒരുമാതിരിയായി. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. നന്നായിട്ട് വിശക്കണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ ഒരു രാത്രി ഒരു 11 മണിയൊക്കെ ആയി. അപ്പോഴേക്കാണ് കഴിക്കാൻ ചെന്നത്. പിന്നെ മീനൊക്കെ കൂട്ടി ദോശയും അതും ഇതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് 2-3 അപകടങ്ങൾ ഉണ്ടാവേണ്ടിയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാറിപ്പോയി. വലിയ പാണ്ടിലോറി ആണെങ്കിൽ ഉറങ്ങിപ്പോയിട്ട് ഇങ്ങോട്ട് സൈഡിലോട്ട് വന്നു. എന്നിട്ട് ഹോൺ അടിച്ചപ്പോഴാണ് മാറിപ്പോയത്. പിന്നെയുള്ളൊരു ഒട്ടാറ് സംഭവമായിരുന്നു. ഈ നടക്കേക്കട വെച്ചേക്കണ സാധനം കണ്ടില്ല, ഒരു വലിയ വണ്ടി ഞങ്ങൾ പോണ സൈഡിൽ കൂടെ കയറി വന്നു. ഒറ്റ വണ്ടിക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നിട്ട് ഹോൺ അടിച്ചപ്പോഴേക്കും ഈ നടക്കേക്കട പോലത്തെ സാധനത്തിലേക്കടെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അത് പോയേ. കമ്പിയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ആ സാധനം തെറിച്ച് ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിലോട്ടാണ് വന്നേ. ഇതാണ് ഞങ്ങൾ രാത്രി ഇന്നലെ മുട്ടുകുത്തിയ സ്ഥലം. നല്ല നട്ടുച്ചയ്ക്ക് മുട്ടുകുത്തിയ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. മുട്ടയ്ക്ക് ഒരുമാതിരിയായി കാണും. വേളാങ്കണ്ണി പള്ളിയിലെത്തിയേക്കുവാണ്. രാവിലെ ഇറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. മൈക്കില്ലാത്തോണ്ട് തന്നെ ഭയങ്കര നോയ്സ് ആണ്. ഞങ്ങൾ എന്നിട്ട് താഴോട്ട് ചെന്നപ്പോഴേക്കും ഇത് കണ്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഈ സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയും, ശരിക്കും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണോ കിടക്കുന്ന ആ ഫീല് തന്നെ ആട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ തന്നെ ചെല്ലുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പെരുന്നാളിനാട്ടോ അവിടെ ചെന്ന് എത്തിയത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഞങ്ങൾ എന്നിട്ട് ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചൂടാട്ടോ. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. വെള്ളം എന്തായാലും കുടിക്കണം. അമ്മാതിരി ചൂടാണ്, ഒരു രക്ഷയില്ല. മോക പൊള്ളി തവിട് പൊടിയായി. കാലും കയ്യും ഒക്കെ ടാനടിച്ചു. എന്നിട്ട് ഇത് അടുത്ത പള്ളിയിലോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അമ്മ ആദ്യമേ പ്രാർത്ഥിച്ച ഇവിടെയാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചേ. ഞാൻ അന്യായ ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിലായതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തുണിയൊക്കെ കെട്ടി മൂടിക്കെട്ടി ഇങ്ങനെ ആട്ടോ നടക്കുന്നത്. കുടയടയ്ക്കാനാണെങ്കിൽ വിട്ടും പോയി. എല്ലാവരും കുട എടുത്തോണ്ട് ഉറപ്പായിട്ടും പോകാൻ നോക്കുക. ഈ പള്ളിയുടെ ഈ സൈഡിലാട്ടോ മറ്റേ ഈ വെള്ളം കിട്ടുന്നത്, മറ്റേ ഇങ്ങനെ തളിക്കുന്നതും കുടിക്കുന്നതൊക്കെ ആയിട്ടുള്ള വെള്ളമില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അതിന്റെ പേര്. അറിഞ്ഞുകൂടാ. ഇനി പറയുന്നത് തെറ്റാണോന്നും അറിയില്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അത് ഈ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കുപ്പി വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് വേണം ഈ വെള്ളം വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി. അച്ഛൻ 2 കുപ്പിയിൽ വെള്ളമായിട്ട് വരുന്നുണ്ട്. നേരത്തേക്ക് ഈ കുപ്പിയിലെ വെള്ളത്തിനൊരു ഉപ്പ് രസം, മറ്റേ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കിട്ടിയപ്പോ തന്നെ എടുത്ത് കുടിച്ചേ. ഞങ്ങൾ എന്നിട്ട് ഇതുമായിട്ട് വേറെ പള്ളിയിലോട്ട് പോയി. അവിടെ 3-4 പള്ളി ഉണ്ടല്ലോ മെയിനായിട്ട്. അപ്പൊ ആ പള്ളിയിലോട്ട് പോയി. ഇതിന്റെ മണ്ടേ കണ്ടോ ഭയങ്കര വലിയൊരു ഫാനുണ്ട് അവിടെ. വലിയ ഒരു പള്ളിയായിരുന്നേ. കുറേ പേർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ പറ്റിയൊരു വലിയ പള്ളി. കുറേ മലയാളികളൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. തൊട്ട് പുറയിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് ഇത്രയും വലിയ പ്രതിമ. ഇതൊക്കെ അങ്ങ് ദൂരേന്ന് വരെ കാണാം. എന്ത് രസമാണെന്നറിയും ഇതൊക്കെ കാണാൻ. അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോ എടുത്തേ ഇവരുടെ. എന്നിട്ട് വീഡിയോ അല്ലാതെ ഫോട്ടോ ഞാൻ എടുത്ത് കൊടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പള്ളിയിലോട്ട് പോയി. ഇതാണ് ആ പള്ളിയുടെ അകം. പിന്നെ പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പിടിച്ചു. തഞ്ചാവൂരിലോട്ടാട്ടോ പോണേ. ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്കും കുടിച്ചായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടുത്തെ ജ്യൂസ് ഒരു രക്ഷയില്ലല്ലോ, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും അല്ലാട്ടോ ഇവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് രസമാണ്. ഭയങ്കര ഫ്രഷ് ഫീലാണ്. നമുക്ക് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. സ്വീറ്റ് ഓറഞ്ച്. ഞാൻ പൈനാപ്പിൾ ഓർഡർ ചെയ്തു. ഇവര് ചെയ്യുന്ന കണ്ടോട്ടോ. ഇത്രയും സാധനം കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിൽ തരും. അപ്പുറത്ത് മറ്റു വെച്ച് ആ പാത്രമില്ല, അതും നമുക്ക് കുടിച്ച് കഴിയുമ്പോൾ തന്നെ തരുവേ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാ, ഈ ഒരു പാത്രം തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരത്തില്ല. ഇവര് നമ്മളിത് കുടിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ മറ്റേ മാറ്റി വെച്ച ആ പാത്രം തന്നെ എടുത്ത് തരുവേ. ഏതാണ്ട് ഒരു ഈ കപ്പും അതിന്റെ കൂടെ ഒരു 3/4 കിട്ടും. ഇതിന് 50 രൂപയേ ഉള്ളൂ. ഷമാമാണ് എൻ്റെ അച്ഛൻ വാങ്ങിച്ചത്. പിന്നെ അമ്മയാണെങ്കിൽ ഓറഞ്ചും വാങ്ങിച്ചേ. എന്നിട്ട് ഇവർക്ക് എനിക്ക് കിട്ടിയ പോലെ തന്നെ മറ്റേ ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. എന്നിട്ടാണ് 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉള്ള സാധനം, ഒന്നും പറയാനില്ല. ഇവരാണെങ്കിൽ മിക്കപ്പോഴും ഉണ്ടേ. നിങ്ങൾ എന്തായാലും ആ വഴി പോവാണെങ്കിൽ ഈ ജ്യൂസ് ഉറപ്പായിട്ട് വാങ്ങിച്ചു കുടിക്കാൻ നോക്കുക. എന്തായാലും ഒന്ന് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അത്രയും ചൂടത്ത് ഈ തണുത്ത ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഉറപ്പായിട്ടും കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് പറയുന്നു. ഏതാണ്ട് 98 കിലോമീറ്റർക്ക് ശേഷം ഞങ്ങളത് തഞ്ചാവൂർ എത്തി. എന്തായാലും 95-100 കിലോമീറ്ററിന്റെ ഉള്ളിൽ അങ്ങനെ എന്തോ ആണ്. പിന്നെ തഞ്ചാവൂർ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുമ്മാ ഉള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. നോർമൽ ജീൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ചുരിദാർ, സ്കർട്ട് ആൻഡ് ടോപ്പ്
സാരി, ആണുങ്ങൾക്ക് മുണ്ട്, അങ്ങനെ ജുബയോ അങ്ങനെ എന്താണ്ടൊക്കെ അതൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ നോക്കിയാൽ മിക്കവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടായേ. ഞാൻ എന്നിട്ട് ഇതേ കടയിലേക്ക് മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ മുല്ലപ്പൂ ഒന്നും മുട്ട് വിരിഞ്ഞിട്ടില്ല, മൊത്തം മുട്ടായിട്ടിരിക്കുക. ഞാനാണെങ്കിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഇന്നപ്പോഴാണ് ഈ സാധനം പുള്ളിക്കാരിച്ച് എടുത്ത് തന്നിട്ട് ഞാൻ അത് വാങ്ങിച്ചോണ്ട് വന്നു. എനിക്ക് എന്നിട്ട് ആ കൂടെ സ്ലൈഡും തന്നേ. എന്ത് രസാലേ. ഞങ്ങൾ എന്നിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് നട തുറക്കുന്നതിന് മുമ്പ് ചെന്നേ. എങ്ങനെയുണ്ട്, എന്നെ കാണാനും അവിടുത്തെ സ്ഥലം കാണാനും അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഇതാ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന വ്യൂ. ഇവിടെ കുറേ പേര് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായി. കപ്പിൾസ് ആയിട്ടും അല്ലാണ്ടും എല്ലാം കിട്ടും വന്നിട്ടുണ്ടായി. നല്ല ഭംഗിയാണ് ഈ വൈകിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി. ഒരു പ്രത്യേക രസമുണ്ട്. ചൂടുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടി. പിന്നെ നട തുറക്കുന്നവരെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി നടന്നേ. കുറച്ചു നേരം ഇവിടെ വന്നിരുന്നു. നട തുറക്കാറായപ്പോഴേക്കും ഞങ്ങളിത് ഈ സൈഡിലത്തെ വഴിക്കടയാട്ടോ അവിടെ ചെന്നത്. നട തുറന്നപ്പോഴേക്കും ഒടുക്കത്തെ തിരക്കാർന്നേ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തള്ളുമായിരുന്നു. ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഉള്ളിലോട്ട് എടുക്കുന്നേരം നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണെങ്കിൽ അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് ഈ തമിഴന്മാര് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കേട്ടില്ല. അകത്തോട്ട് ചെല്ലുന്നവരും ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എടുക്കാൻ പോയില്ല. ഞാൻ ഫോൺ എടുത്ത് വായിലോട്ട് കയറ്റി വെച്ചു. ഒരു വലിയ ഗോപുരമാണ്. നിങ്ങളൊക്കെ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു പ്രത്യേക രസമാണ്, ഒരു അടിപൊളിയാണ്. അതേപോലെ മധുരയ്ക്കൊക്കെ പോയി ഒന്ന് കാണണം. പിന്നെയുള്ളത് അവിടെ ഒടുക്കത്തെ കാറ്റായിരുന്നു. ഡ്രസ്സൊക്കെ ചുമ്മാ നന്നായിട്ട് പറന്നു പോവായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇതേ അങ്ങോട്ട് എന്തൊക്കെയോ വിൽക്കുന്ന കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദാണ്ടേ പൊങ്കലാണ്. പല രീതിയിലുള്ള പൊങ്കലുകളുണ്ട്. ഈ സാമ്പാർ സാദം അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ മുറുക്ക്, പപ്പടവട അങ്ങനെ ഏതാണ്ട് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നേ. പുളിയോദര. ഇത് ചക്കര പൊങ്കല്. ഇത് കേസരി. കഴിച്ച് കൈ കൊണ്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതേതോണ്ടേ നോക്കി കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു മഴക്കാറല്ലേ, മഴ പെയ്യുമെന്ന്. ഇത് നോക്കി എന്ത് സംഭവം. ഈ നമ്മുടെ വൈറ്റില ഹാപ്പ് പോലെ അവിടുത്തെ ഇതുപോലെ ഉണ്ടല്ലേ? അല്ല അങ്ങനെയല്ല, എന്നാലും എന്തൊക്കെയോ പോലെ ഭയങ്കര വെളിച്ചമായിരുന്നു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ട് ഇത് ബസ് സ്റ്റാൻഡ് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. കുറേ വണ്ടികളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ പെട്രോൾ അടിക്കാനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അതിൻ്റെ സൈഡ് നിർത്തി വണ്ടി നിറച്ച് പൊടിയായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകാമെന്ന് വിചാരിച്ച് ന്യൂസ് പേപ്പർ ഇട്ട് അങ്ങനെ നല്ലപോലെ കഴുകി എടുത്തേ. പിന്നെ ചെന്ന് നിന്നപ്പോഴാണ് ഇതോണ്ടേ ഒരു ബ്ലോക്ക്. ഒരു അരമണിക്കൂർ അടുത്ത് നിന്നേ അവിടെ. എന്നിട്ട് അപ്പം തന്നെ ഒരു പെരുത്ത മഴ പെയ്തു. ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് മഴ പെയ്യുന്നു. ഒരു 45 ഡിഗ്രി തിരിഞ്ഞിട്ട് മഴ അങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കും. നേരെയല്ല, കുറെ നേരത്തേക്ക് ഈ സൈഡിലോട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ രാത്രി മൊത്തം യാത്ര ചെയ്ത് ഫുള്ള് ഞാൻ കുറച്ചു നേരം ഉറങ്ങി. രാവിലെ എണീച്ചു. അങ്ങനെ വീടെത്താറായി. തിരിച്ചു വന്നപ്പോൾ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു അപകടങ്ങളൊന്നും വരാണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് എത്തിയേ. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പൊ ബൈ, താങ്ക് യു.